എന്താണത്? ട്രാക്ടർ എഞ്ചിനാ വണ്ടി വെച്ചിരിക്കുന്നത്. ഇമ്മാതിരി സൗണ്ട്. ട്രാക്ടറിന്റെ എഞ്ചിനല്ല, ആ സൈലൻസർ പിടിച്ചാൽ ഒരു വിട്ടു. ഇങ്ങനെ സൗണ്ട് സെറ്റ് അല്ലേ? നാട്ടുകാർ നമ്മളെ നോക്കില്ല മച്ചു. ഇങ്ങനെയാണെങ്കിൽ നാട്ടുകാർ നോക്കും, എന്നിട്ട് അവര് വിളിക്കും. നിന്നെയല്ല, നിന്റെ അച്ഛനെ. നാട്ടുകാർ ബഗ്ഗേഴ്സിനോട് പോവാൻ പറ. നമ്മുടെ സന്തോഷം നോക്കിയാ പോരാ മച്ചു. എന്റെ കാശ്, എന്റെ വണ്ടി, ഞാൻ ടാക്സ് കൊടുത്ത് മോഡിഫിക്കേഷൻ സാധനങ്ങൾ വാങ്ങണു, ഞാൻ വെക്കണു. വേറെ ആരും നോക്കേണ്ട ആവശ്യം. മോഡിഫിക്കേഷൻ നമ്മുടെ മുകളിൽ വെക്കാൻ വേറൊരാള് പറ്റില്ല. അതല്ലേ ശരി? നീ മോഡിഫിക്കേഷൻ കിങ് തന്നെ. എന്താ പുതിയ സ്റ്റിക്കർ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കണോ? മച്ചു പറഞ്ഞില്ലേ ഇതാണ് പുതിയ ട്രെൻഡ്. വലിയ വലിയ വണ്ടികളൊക്കെ ഒട്ടിച്ചിരിക്കണോ. നമ്മളെന്തില്ലാത്തവരാ, നമ്മളും വാങ്ങി ഒട്ടി. അവിടെ ചോപ്പ്, നമ്മുടെ വെള്ള. പിന്നെ അവർ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഞാൻ ക്യാമറയും വെക്കും എന്റെ തന്റെ മുകളിൽ. ഇത് ഇലക്ഷൻ അർജന്റ് നാളോ ഇതിരിക്കുന്നത്? ഇതേ പ്രശസ്തനായ വെളിനാട്ടുകാരന്റെ ബ്രാൻഡാണ്, അതാണ് ഒട്ടിക്കുന്നത്. ഞാൻ പോരാ മച്ചു, നഗിന് മേടിച്ചില്ല. എവിടേക്കടാ ഹെൽമെറ്റ് ഇല്ലാതെ? ഇതെന്താ വണ്ടിയിൽ പുതിയ സ്റ്റിക്കർ? സാറേ, നഗി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണേ. അപ്പൊ പെട്ടെന്ന് അവനോട് ഹെൽമെറ്റ് ഇട്ടില്ല. കാരണം ഇപ്പൊ പുതിയ ബ്രാൻഡാണിത്. ഇതാ ഇലക്ഷൻ അർജന്റ് ഇത് ചെയ്താ? അതെ സാറേ. സാറ് ഇത് ഒട്ടിച്ച വലിയ വണ്ടികളെ കാണുമ്പോ സല്യൂട്ട് അടിക്കണ്ടായിരുന്നു. അന്ന് നമ്മുടെ വണ്ടി മാത്രം തടുക്കണേ. എന്താ സാറേ, മൊടയാണാ? പൊട്ട, അത് ഇലക്ഷൻ ഡ്യൂട്ടിക്കാരന്റെ വണ്ടിയാണ്, അതുകൊണ്ട് അത് ഒട്ടിച്ചിരിക്കണ്. നീ എന്ത് ഡ്യൂട്ടി ചെയ്യണ്ട? അങ്ങനെയാണാ? അപ്പൊ ഇത് മോഡിഫിക്കേഷൻ അല്ലേ? വണ്ടി തിരിച്ചാണ് മോഡിഫിക്കേഷൻ പറഞ്ഞ് നടക്കണ്. വണ്ടി സൈഡാക്കടാ.